എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഹനുമാൻ ചാലിസയുടെ തൊട്ടടുത്ത ചൗപ്പായി 6 നമുക്ക് പോകാം. ശങ്കര് സുവന് കേസരി നന്ദന് തേജ് പ്രതാപ് മഹാജഗവന്ദന്. ഈ ചൗപ്പായി കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് തോന്നും. കാര്യം എന്താ, ഇതിൻ്റെ അർത്ഥം എന്താ? ശങ്കര് സുവന്, ശങ്കരൻ്റെ പുത്രൻ, കേസരി നന്ദൻ, കേസരിയുടെ മകൻ. ശങ്കര സുവൻ, കേസരി നന്ദൻ, തേജ് പ്രതാപ്, അദ്ദേഹത്തിൻ്റെ തേജസ്സിലും പ്രതാപത്തിലും, മഹാജഗവന്ദന്, ഈ മഹത്തായ ജഗത്ത് അതായത് പ്രപഞ്ചം നമസ്കരിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ആദ്യത്തെ 2 വാക്കുകൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെയും പിന്നെ അദ്ദേഹത്തിൻ്റെ തേജസ്സിനെയും പ്രതാപത്തെയും ജഗത്ത് വന്ദിക്കുന്നത് പോലെയുമാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്നാൽ പ്രത്യക്ഷത്തിലുള്ള അർത്ഥം അത് തന്നെയാണ്. എങ്കിൽ ഇതിന് മറ്റെന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് കൂടി നമുക്ക് നോക്കാം. എന്തുകൊണ്ട് ശങ്കരനും കേസരിയും നമുക്ക് നോക്കാം. ശങ്കര സുവന്, അതായത് ശങ്കര സുവൻ എന്ന് പറഞ്ഞാൽ ശിവൻ്റെ മകനെന്നല്ല യഥാർത്ഥത്തിൽ അർത്ഥം, ശിവൻ്റെ അംശം എന്നാണ്. കേസരി നന്ദൻ, കേസരിയുടെ പുത്രൻ തന്നെയാണ് അർത്ഥം. അപ്പോൾ ശിവാംശം ആരായി? കേസരിയുടെ പുത്രനായി. ശിവൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ദേവന്മാരുടെ ദേവനാണ് ശിവൻ എന്ന് പറയുന്നത്. അതൊരു ഡിവൈൻ ആസ്പെക്റ്റാണ്. ഇനി കേസരി എന്ന് പറഞ്ഞാലോ, അദ്ദേഹം ഒരു വാനര ശ്രേഷ്ഠനാണെന്ന് നമുക്കറിയാം. അതായത് കുരങ്ങ് രൂപത്തിലുള്ളതാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതൊരു എർത്ത്ലി ആസ്പെക്റ്റാണ്. അപ്പോൾ ഇവിടെ ഒരു ദൈവികമായ രൂപത്തിനെയും ഒരു ഭൗതികമായിട്ടുള്ള ഒരു രൂപത്തിനെയും തമ്മിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ദൈവികമായ രൂപത്തിലുള്ള ഒരു അംശം തീർത്തും ഭൗതികമായ രൂപത്തിലോട്ട് വന്നിരിക്കുന്നു. എന്തുകൊണ്ട്, അല്ലെങ്കിൽ എങ്ങനെ? ശിവൻ്റെ അവസ്ഥ എന്താണ്? ശിവൻ്റെ അവസ്ഥ ശുദ്ധമായ ബോധാവസ്ഥയാണ്. ശുദ്ധബോധത്തിലാണ് ശിവൻ നിൽക്കുന്നത്. സമാധി അവസ്ഥയിലാണ് അദ്ദേഹം. നിർവികൽപ്പ സമാധിയിലാണ് അദ്ദേഹവും പ്രപഞ്ചവും തമ്മിൽ ഒരു വ്യത്യാസമുള്ളതായിട്ട് അദ്ദേഹത്തിന് അറിയില്ല. അത്രത്തോളം നിശ്ചലമായ അവസ്ഥയാണ് അത്. ഡിറ്റാച്ച്മെൻറ്റിൻ്റെ അവസ്ഥയാണ് ഈ ശിവൻ എന്ന് പറയുന്നത്. ഈ കേസരി ആണെങ്കിലോ, കേസരി കംപ്ലീറ്റ് ആക്റ്റീവ് ഫോമിലാണ്. നമുക്കറിയാം, വാനരന്മാർക്കൊന്നും വെറുതെ ഇരിക്കാൻ പറ്റില്ല, എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. പരമാവധി പ്രവൃത്തിയുടെ രൂപമാണ് കേസരി എന്ന് പറയുന്നത്. അപ്പോൾ ഡിറ്റാച്ച്മെൻ്റ് ആയിട്ടുള്ള ഒരു ഫോം, വളരെ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഫോം. അപ്പം ഡിറ്റാച്ച്മെൻറ്റിൽ നിന്നും ഇത് ആക്ഷനിലേക്ക് വന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ആക്റ്റീവ് ഫോം ഓഫ് ഡിറ്റാച്ച്മെൻറ്റ്, അതാണ് ഈ പറയുന്ന ഹനുമാൻ, അതാണ് ഈ പറയുന്ന സർവീസ് അല്ലെങ്കിൽ സേവനം എന്ന് പറയുന്നത്. ഡിറ്റാച്ച്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഈ സമാധി അവസ്ഥയുടെ അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയുടെ ചലനാത്മകമായ അല്ലെങ്കിൽ ആക്റ്റീവായിട്ടുള്ള രൂപമാണ് ഈ സേവനം എന്ന് പറയുന്നത്. നമുക്കറിയാലോ, ഈ ദേവതകളൊക്കെ നമ്മൾ പല അവതാരങ്ങളെയും കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ അവതാരങ്ങളൊക്കെ എങ്ങനെയാണ്? ആ അവതാരങ്ങളൊക്കെ ഭൂമിയിലോട്ട് ഇറങ്ങി വരുന്നു. എന്തിനു വേണ്ടി ഇറങ്ങി വരുന്നു? സേവനത്തിന് വേണ്ടിയാണ് ഇറങ്ങി വരുന്നത്. അപ്പോൾ ഒരു ദൈവികമായുള്ള ഫോമിൽ നിന്നും ഒരു ഭൗതികമായിട്ടുള്ള ഒരു ഫോമിലോട്ട് വരണമെങ്കിലുള്ള ചവിട്ടുപടികളാണ് ഈ സേവനം എന്ന് പറയുന്നത്. ഈ സേവനം ഇല്ലാതെ അവർക്ക് ഭൂമിയിൽ അവതരിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ സേവനം എന്ന പർപ്പസിന് വേണ്ടിയാണ് അവർ ഭൂമിയിൽ അവതരിക്കുന്നത്. അപ്പോൾ തീർത്തും വാനരന്മാരെ പോലെയുള്ള അല്ലെങ്കിൽ നമ്മളെ പോലെയുള്ള മനുഷ്യർക്ക് തിരിച്ച് ദൈവികമായിട്ടുള്ള ഫോമിലോട്ട് പോകണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അവരിങ്ങോട്ട് അവതരിക്കുമ്പോൾ, താഴത്തോട്ട് ഇറങ്ങി വരുമ്പോൾ നമ്മൾക്ക് തിരിച്ച് ആ ഒരു ഫോമിലോട്ട്, ഒരു ശിവസ്വരൂപത്തിലോട്ട് പോകണം അല്ലെങ്കിൽ ശിവബോധത്തിലോട്ട് പോകണം എന്നാണ് നമ്മളുടെ ആഗ്രഹം. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഏത് ചവിട്ടുപടിയിലൂടെയാണോ അവർ ഇറങ്ങി വരുന്നത്, അതേ ചവിട്ടുപടിയിലൂടെ നമ്മൾ നടക്കുക വേണ്ടത്. അതായത് ഈ ഡിറ്റാച്ച്മെൻറ്റിൻ്റെ ആക്റ്റീവ് ഫോമാണെന്ന് പറഞ്ഞല്ലോ ഈ സേവനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആക്റ്റീവ്നെസ്, ഈ ആക്ഷൻ എന്ന് പറയുന്നത്, നമ്മുടെ പ്രവൃത്തി എന്ന് പറയുന്നതിനെ സേവനമാക്കിയാൽ അത് നേരെ ഡിറ്റാച്ച്മെൻറ്റിലോട്ട് കൊണ്ടുപോകും. മാധവ സേവ എന്ന് പറയുന്നത് മാനവ സേവ തന്നെയാണെന്ന് വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഇതാ. അതുകൊണ്ട് ഏത് സേവനം എന്ന മാർഗത്തിലൂടെ ചവിട്ടുപടികൾ ഉപയോഗിച്ചാണോ ഈ ദേവതകൾ ഭൂമിയിലോട്ട് ഇറങ്ങി വരുന്നത്, അതേ സേവനം എന്ന ചവിട്ടുപടി ഉപയോഗിച്ച്, കാര്യം അവർക്ക് കർമ്മം ചെയ്യണമെങ്കിൽ ഇറങ്ങി വന്നേ മതിയാവുള്ളൂ. ഈ സേവനം ഉപാധിയാക്കി വന്നേ മതിയാവൂ. നമ്മൾക്ക് കർമ്മം ചെയ്യാനായിട്ട് അവതരിക്കേണ്ട ആവശ്യമില്ല. കാര്യം നമ്മൾ ഓൾറെഡി അവതരിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഈ കർമ്മ ലോകത്താണ്. അപ്പം നമ്മളുടെ ഈ കർമ്മം നമ്മൾ സേവനമാക്കി മാറ്റുകയാണെങ്കിൽ നമ്മൾ ആ ഡിറ്റാച്ച്മെൻറ്റിലോട്ടായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ ശിവബോധത്തിലോട്ടായിരിക്കും പോകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഹനുമാനെ ഈ കേസരിയും ഈ ശിവനുമായിട്ട് ബന്ധിപ്പിച്ച് കാണുന്നത്. ഹനുമാൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡിറ്റാച്ച്മെൻറ്റിൻ്റെ ആക്റ്റീവ് ഫോമാണ് ഈ സർവീസ് എന്ന് പറയുന്നത്. ഈ സർവീസ് എന്ന് പറയുന്നതാണ് ഹനുമാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബ്രിഡ്ജായിട്ട് ഇത് വർക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ ഹനുമാൻ ഉപാസിക്കുകയോ ഹനുമാൻ ആരാധിക്കുകയോ ചെയ്യുമ്പോൾ തീർച്ചയായും നമുക്കറിയാം ആ ആർക്കിടൈപ്പ് നമ്മളിൽ വർക്ക് ചെയ്യും. നമ്മൾക്കും ആ ഒരു സേവന മനോഭാവം വരും. അപ്പം നമ്മളും ഈ സേവനത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ മാനവ സേവ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ ആ ശിവബോധത്തിലേക്ക് എത്തുമെന്നാണ് ഈ 2 വാക്കുകളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ അതങ്ങനെ മനസ്സിലാക്കണം. ഇനി ഇതിന് ജ്യോതിഷമായിട്ടുള്ളൊരു ആസ്പെക്റ്റും കൂടിയുണ്ട്. ശിവാംശമാണെന്ന് പറഞ്ഞല്ലോ ഹനുമാൻ എന്ന് പറയുന്നത്, ശിവൻ്റെ അംശം. ഈ ചൊവ്വ എന്ന് പറയുന്ന പ്ലാനറ്റ് എങ്ങനെ ഉണ്ടായെന്നറിയാം. ചൊവ്വ എന്ന പ്ലാനറ്റ് ശിവാംശമാണ്. ശിവൻ്റെ വിയർപ്പ് തുള്ളിയിൽ നിന്നാണ് ചൊവ്വ എന്ന പ്ലാനറ്റ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഹനുമാനും ശിവാംശമാണ്. അപ്പോൾ ചൊവ്വ എന്ന പ്ലാനറ്റിനെ ഹനുമാൻ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ശനി എന്ന പ്ലാനറ്റിനെയും
കേസരി നന്ദനൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. കേസരി ആരാണ്? കേസരി എന്ന് പറഞ്ഞാൽ സൂര്യൻ ആണ് കേസരി എന്ന് പറയുന്നത്. നമുക്കറിയാം ചിങ്ങം രാശിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ചിങ്ങം രാശി സൂര്യൻ്റെ സ്വക്ഷേത്രമാണ്. അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സിംഹത്തെ കൊണ്ടാണ്. മൃഗങ്ങളിൽ സിംഹത്തെ കൊണ്ടാണ് സൂര്യനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം സിംഹത്തിൻ്റെ പുത്രൻ എന്ന് പറയുന്നത് ആരാ? ശനിയാണ് സിംഹത്തിൻ്റെ പുത്രൻ, അതായത് സൂര്യൻ്റെ പുത്രൻ. സൂര്യൻ്റെ പുത്രൻ ശനിയാണ്. അപ്പോൾ ചൊവ്വയായിട്ടും ഹനുമാനെ പറയുന്നു, സൂര്യപുത്രനായിട്ടുള്ള ശനിയായിട്ടും ഹനുമാനെ പറയുന്നു. അപ്പോൾ ഒരാളുടെ ജാതകത്തെ സംബന്ധിച്ചിടത്തോളം വല്ല ചൊവ്വയോ ശനിയോ ഏതെങ്കിലും രീതിയിൽ നമ്മൾക്ക് തൃപ്തിപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആക്റ്റീവ് ആക്കേണ്ടതുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും ഹനുമാനെ ആരാധിക്കാൻ സാധിക്കുന്നുള്ള ഇതിൽ നിന്ന് മനസ്സിലാക്കാം. പിന്നെ പറയുന്നു തേജ് പ്രതാപ് മഹാജഗവന്ദന്. ഇവിടെയും ശനി ചൊവ്വ ആസ്പെക്ട് ഉണ്ട്. അതായത് തേജ് എന്ന് പറയുന്നത്, തേജസ് എന്ന് പറയുന്നത് അഗ്നിതത്വമാണ്. അതേപോലെ തന്നെ പ്രതാപം എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. തേജസ് എന്ന് പറയുന്നത് എന്താ? തേജസ് എന്ന് പറയുന്നത് എൻ്റെ ധ്യാനത്തിലൂടെയും എൻ്റെ ബ്രഹ്മചര്യത്തിലൂടെയും എൻ്റെ പ്രാർത്ഥനയിലൂടെയും ഞാൻ എൻ്റെ ഉള്ളിലുണ്ടാക്കുന്ന വീര്യത്തിനെയാണ് തേജസ് എന്ന് പറയുന്നത്, ആണല്ലോ. അത് തീർത്തും ഉള്ളിലുള്ളൊരു കാര്യമാണ്. പ്രതാപം എന്ന് പറയുന്നത് അങ്ങനെയല്ല. പ്രതാപം നിശ്ചയിക്കുന്നത് എൻ്റെ പ്രവൃത്തികൾ കൊണ്ടാണ്. ഞാൻ എന്ത് ചെയ്തു, എൻ്റെ പ്രവൃത്തികൾ വെച്ചാണ് എൻ്റെ പ്രതാപം നിശ്ചയിക്കുന്നത്. ഹനുമാന്റെ ഏറ്റവും വലിയ പ്രതാപം അദ്ദേഹം ലങ്ക ചാടിക്കടന്നു എന്നുള്ളതാണ്. ലങ്ക ചാടിക്കിടക്കുന്ന അദ്ദേഹം വായു രൂപത്തിലുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന്, വായു സ്വരൂപത്തിലുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത് കഴിയുന്നത്. വായു റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്തിനാ? സാറ്റേണിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് തേജസ്സും പ്രതാപം എന്ന് പറയുന്നതും ഈ പറയുന്ന പോലെ വായുവിനെ, ശനിയെയും ചൊവ്വയെയും റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. അവിടെയും ഈ ജ്യോതിഷമായിട്ടുള്ളൊരു രീതിയുണ്ട്, അല്ലെങ്കിൽ ഒരു ഇത് പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ജ്യോതിഷ ബന്ധം കാണാൻ സാധിക്കും. അപ്പോൾ അത് അങ്ങനെയും മനസ്സിലാക്കാം. അപ്പോൾ ഈ തേജ് പ്രതാപ് മഹാജഗവന്ദന്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ തേജസ്സിനെയും അദ്ദേഹത്തിൻ്റെ പ്രതാപത്തെ, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളെയും മഹാജഗവന്ദൻ എന്നാണ് പറയുന്നത്. അതായത് ഈ ജഗത്ത് വന്ദിക്കുന്നു, വെറും ജഗത്തല്ല, മഹാജഗത്ത്. ഹനുമാൻ ചിരഞ്ജീവിയാണെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം കാലാതീതനാണ്. സമയത്തെയും സ്ഥലത്തെയും അതിജീവിക്കാൻ അദ്ദേഹത്തിന് കഴിയും. ചിരഞ്ജീവിയാണല്ലോ. അതുകൊണ്ട് മഹാജഗത്ത്, ഈ ജഗത്ത് മാത്രമല്ല എല്ലാ ജഗത്തുകളും, നമുക്ക് കാണാൻ സാധിക്കുന്ന അല്ലാത്തതുമായ എല്ലാ ജഗത്തുകളും, ഇതിന് മുമ്പുണ്ടായതും ഇപ്പോഴുള്ളതും ഇനി വരാൻ പോകുന്ന ജഗത്തുകളും, എല്ലാ ജഗത്തുകളും അദ്ദേഹത്തെ വന്ദിക്കുന്നു എന്ന് പറയുന്നു. അതൊരു ഇൻവേഴ്സ് റെക്കഗ്നേഷൻ എന്ന് പറയും അതിന്. ദത്താത്രേയൻ്റെ കഥ വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം. ദത്താത്രേയൻ പ്രപഞ്ചത്തെ ഗുരുവായിട്ട് സ്വീകരിക്കുകയാണ്. അദ്ദേഹത്തിന് പ്രപഞ്ചത്തിൽ നിന്നാണ് 21 ഗുരുക്കന്മാരുണ്ടാകുന്നത്. അദ്ദേഹം പ്രപഞ്ചത്തിനെ ഗുരുവായിട്ട് സ്വീകരിക്കുമ്പോൾ പ്രപഞ്ചം തിരിച്ച് അദ്ദേഹത്തെ ഗുരുവായിട്ട് സ്വീകരിക്കുന്നു. പ്രപഞ്ച ഗുരു എന്നറിയപ്പെടുന്നത് ദത്താത്രേയനാണ്. അതേപോലെ തന്നെ ഹനുമാൻ ജഗത്തിൻ്റെ മുന്നിൽ നമസ്കരിക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും അദ്ദേഹം ജഗത്തിനെ വെല്ലുവിളിക്കുന്നില്ല, അതായത് പ്രപഞ്ചത്തെ ജയിക്കാൻ ശ്രമിക്കുന്നില്ല. അദ്ദേഹം ജഗത്തിൻ്റെ മുമ്പിൽ ജഗത്തിനെ രാമനായി കണ്ടുകൊണ്ട് അതിനെ നമസ്കരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴും ഹനുമാൻ ക്ഷേത്രങ്ങളിൽ ചെന്ന പല ക്ഷേത്രങ്ങളിലും കാണുന്നത് ഹനുമാനെ അഭയവരദ മുദ്രയോടുകൂടിയല്ല, നമ്മളെ കൈകൂപ്പി നിൽക്കുന്ന ഹനുമാനെയാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. കാര്യം നമ്മളും പ്രപഞ്ചത്തിൻ്റെ ഭാഗമായതുകൊണ്ട് അദ്ദേഹം നമ്മളെയും നമസ്കരിക്കുന്നു. അത്രത്തോളം ഈഗോ ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഈ ഹനുമാൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈഗോ സറണ്ടർ ചെയ്തു, രാമൻ്റെ മുമ്പിലും പ്രപഞ്ചത്തിൻ്റെ മുമ്പിലും സറണ്ടർ ചെയ്തു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? പ്രപഞ്ചം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ സറണ്ടർ ചെയ്തു. അദ്ദേഹത്തിന് തിരിച്ച് പ്രപഞ്ചം ബഹുമാനിക്കുന്നു. എങ്ങനെയാണോ അദ്ദേഹം പ്രപഞ്ചത്തെ വന്ദിക്കുന്നത്, അതേപോലെ പ്രപഞ്ചം തിരിച്ച് അദ്ദേഹത്തെ വന്ദിക്കുന്നത് വേണമെന്ന് മനസ്സിലാക്കാൻ. പിന്നെ ഒരർത്ഥം കൂടി ഉണ്ട് അതിന്. കാര്യം ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് പ്രാണനെ കൊണ്ടാണെന്ന് നമുക്കറിയാം. അത് ഒരു മൃഗമായിക്കോട്ടെ, സസ്യമായിക്കോട്ടെ, മനുഷ്യനായിക്കോട്ടെ, എല്ലാം നിലനിൽക്കുന്നത് പ്രാണനെ കൊണ്ടാണ്. ആ ഒരു രീതിയിലും ഓരോ തവണ നമ്മൾ ശ്വാസം എടുക്കുമ്പോഴും വിടുമ്പോഴും എന്തിനെയാണ് നമ്മൾ വന്ദിക്കുന്നത്? നമ്മൾ പ്രാണനെ വന്ദിക്കുന്നുണ്ട്. അത് നമ്മുടെ ഹനുമാനോടുള്ള വന്ദനമായിട്ടും, അതായത് പ്രപഞ്ചം ഹനുമാനെ വന്ദിക്കുന്നതായിട്ടും നമുക്ക് കരുതാം. ഇതാണ് ഈ വരികളുടെ അർത്ഥം. ഹനുമാന് പൊതുവെ 3 പിതാക്കന്മാരെ നമ്മൾ സൂചിപ്പിക്കാറുണ്ട്. 1 ശിവനാണ്, 2 വായുവാണ്, 3 കേസരിയാണ് അല്ലെങ്കിൽ അഞ്ജന. കേസരിയായിട്ട് നമുക്ക് എടുക്കാം. ഈ 3 പിതാക്കന്മാരും, കേസരിയുടെ അഞ്ജനയുടെ പുത്രനാണല്ലോ. അപ്പോൾ ഈ 3 പിതാക്കന്മാരെ സൂചിപ്പിക്കാറുണ്ട്. അതിൻ്റെ അർത്ഥം ശിവൻ എന്ന് പറയുന്നത് ആ ഒരു പരബ്രഹ്മമാണ്, അല്ലെങ്കിൽ ശുദ്ധബോധമാണ്. അത് കാരണ ശരീരമായിട്ടാണ് പറയുന്നത്. വിജ്ഞാനമയ ദേഹവും ആനന്ദമയ ദേഹവുമായിട്ടാണ് ശിവനെ അവിടെ കാണേണ്ടത്. അതേപോലെ തന്നെ വായുവിനെ പിതാവായിട്ട് പറയുമ്പോൾ നമ്മൾ കാണേണ്ടത് അതിനെ സൂക്ഷ്മ ശരീരമായിട്ട് കാണണം. അദ്ദേഹത്തിൻ്റെ മനോമയ ശരീരവും അദ്ദേഹത്തിൻ്റെ പ്രാണമയ ശരീരവുമായിട്ടാണ് നമ്മളവിടെ വായുവിനെ കാണേണ്ടത്. കാര്യം പ്രാണനും മനസ്സും ഉണ്ടാകുന്നത് ഒരേ പോയിന്റിൽ തന്നെയാണ്, ഈ കാരണശരീരത്തിൽ നിന്ന് തന്നെയാണ്, ആത്മനിൽ നിന്ന് തന്നെയാണ് ഇത് രണ്ടും ഉണ്ടാകുന്നത്. പിന്നെ കേസരിയെ പിതാവായിട്ട് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരമായിട്ടും നമ്മൾ സ്ഥൂല ശരീരമായിട്ടും ആണ് നമ്മൾ കാണേണ്ടത്. അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ ബോഡിയായിട്ടാണ് കാണേണ്ടത്. അതാണ് ഈ 3 പിതാക്കന്മാരെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം, ജയ് ശ്രീറാം.